ഒരു രാജ്യത്തിൻ്റെ വികസനം എത്രത്തോളം മുന്നേറുന്നു എന്ന് മനസ്സിലാക്കാൻ ചില വികസന സൂചികകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതിനാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻഡൈസസ് എന്ന് പറയുന്നത്. സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഈ സൂചികകളും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാമത്തേതാണ് HDI അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ HDI എന്നത് ഒരു രാജ്യത്തിലെ മാനവ വികസനത്തിൻ്റെ നില അളക്കാൻ ഉപയോഗിക്കുന്ന സൂചികയാണ്, ഇൻഡിക്കേറ്ററാണ്. ഇത് തയ്യാറാക്കുന്നത് UN ആണ്, യുണൈറ്റഡ് നേഷൻസ് ആണ്. HDI കണക്കാക്കാൻ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ലൈഫ് എക്സ്പെക്റ്റൻസി, രണ്ടാമത്തേത് എഡ്യൂക്കേഷൻ, മൂന്നാമത്തേത് പെർ ക്യാപിറ്റ ഇൻകം. ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ആളുകളുടെ ശരാശരി ആയുർദൈർഘ്യം. എഡ്യൂക്കേഷൻ അത് 2 കാര്യങ്ങളെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഒന്ന് ലിറ്ററസി റേറ്റ്, അതായത് സാക്ഷരതാ നിരക്ക്. രണ്ടാമത്തേത് ഗ്രോസ് സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റ്, അതായത് സ്കൂൾ പ്രവേശന നിരക്ക്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് വിദ്യാഭ്യാസം കണക്കാക്കുന്നതും. പെർ ക്യാപിറ്റ ഇൻകം ഒരു രാജ്യത്തിലെ ഒരു വ്യക്തിക്ക് ശരാശരി ലഭിക്കുന്ന വരുമാനത്തിനാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു. HDI എങ്ങനെ കണക്കാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ 3 ഘടകങ്ങളുടെ മൂല്യം പ്രത്യേകം കണക്കാക്കി അവയുടെ ശരാശരി എടുത്താണ്, അതായത് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്താണ് HDI കണ്ടെത്തുന്നത്. HDIയുടെ വാല്യൂ സാധാരണയായി 0 to 1 ആണ്. HDI അടിസ്ഥാനത്തിൽ രാജ്യങ്ങളെ തരംതിരിക്കുന്നത് വളരെ ഉയർന്ന വികസനമുള്ള രാജ്യങ്ങൾ, ഉയർന്ന തരം വികസനമുള്ള രാജ്യങ്ങൾ, മിതമായ വികസനം, കുറഞ്ഞ വികസനം, ഇങ്ങനെ 4 ആയിട്ടാണ് രാജ്യങ്ങളെ HDIയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാറ്. ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന് അറിയാമോ? ഏറ്റവും അവസാനത്തെ, അതായത് 2023 UN ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ആകെ 193 രാജ്യങ്ങളിൽ 130ാമത്തേതാണ്. വാട്ട് ഈസ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ HDI എന്നൊരു ചോദ്യം നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ വികസന നില അളക്കാൻ ഉപയോഗിക്കുന്ന സൂചികയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് ലൈഫ് എക്സ്പെക്റ്റൻസി, എഡ്യൂക്കേഷൻ, പെർ ക്യാപിറ്റ ഇൻകം എന്നീ 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്നു. ഇത്രയും എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായി. നിങ്ങൾക്ക് വേഗം ഈ പോയിന്റുകൾ മനസ്സിൽ ഓർത്തിരിക്കുവാനായിട്ട് HDI = LEI എന്ന ഒരു 3 ലെറ്റേഴ്സ് ഓർത്തിരുന്നാൽ മതി. അതായത് L എന്നത് ലൈഫ് എക്സ്പെക്റ്റൻസി, E എന്നത് എഡ്യൂക്കേഷൻ, I എന്നത് ഇൻകം. ഈ 3 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് HDI കണക്കാക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് സാമ്പത്തിക ആസൂത്രണം, അതായത് എക്കണോമിക് പ്ലാനിംഗ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെ പിന്നോക്കവും അസംഘടിതവുമായിരുന്നത് ശക്തമാക്കുവാനും വികസിപ്പിക്കുവാനും ഇന്ത്യ മിക്സഡ് ഇക്കോണമി എന്ന രീതിയാണ് സ്വീകരിച്ചത്. അതായത് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ മുന്നിൽ 2 ചോയ്സസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമി. ഇത് രണ്ടും സ്വീകരിക്കാതെ ഇത് രണ്ടും കൂടി ചേർന്ന മിക്സഡ് ഇക്കോണമി എന്ന രീതിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. മിക്സഡ് ഇക്കോണമി എന്നത് സർക്കാരും സ്വകാര്യ മേഖലയും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യയുടെ വികസനത്തിനായി സർക്കാർ പല പദ്ധതികൾ തയ്യാറാക്കി. എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ലഭ്യമായ വിഭവങ്ങൾ, അതായത് നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ച് അതിൻ്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ തയ്യാറാക്കുന്ന ഒരു പ്ലാൻ അല്ലെങ്കിൽ പദ്ധതിയാണ്. ലളിതമായി പറഞ്ഞാൽ രാജ്യത്തിൻ്റെ വികസനത്തിനായി സർക്കാർ തയ്യാറാക്കുന്ന ദീർഘകാല സാമ്പത്തിക പദ്ധതികളെയാണ് സാമ്പത്തിക ആസൂത്രണം അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ എക്കണോമിക് പ്ലാനിംഗ് ഇന്ത്യയിൽ ആരംഭിച്ചിരുന്നുവെന്ന് നമുക്ക് കാണാം. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പിതാവ്, അതായത് ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ് എന്നറിയപ്പെടുന്നത് M. വിശ്വേശ്വരയ്യ ആണ്. ഈ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ, അതായത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിംഗ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിന് പ്രധാനമായും 4 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വളർച്ച, അതായത് ഗ്രോത്ത്. സെക്കൻഡ് മോഡേണൈസേഷൻ, അതായത് ആധുനികവൽക്കരണം. 3 സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തമാകുക എന്നത്. നാലാമത്തേതാണ് ഇക്വാലിറ്റി, സമത്വം. ഗ്രോത്ത് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രാജ്യത്തിൽ തന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ഉദാഹരണത്തിന് കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക, കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുക. രണ്ടാമത്തെ ഇതിലെ പോയിന്റിലേക്ക് വരുന്ന മോഡേണൈസേഷൻ, അതായത് ആധുനികവൽക്കരണം. പുതിയ സാങ്കേതിക വിദ്യകളും ആശയങ്ങളും ഉപയോഗിച്ച് സമ്പദ് വ്യവസ്ഥയെ ആധുനികമാക്കുക. ഉദാഹരണത്തിന് മെഷീനുകൾ കൂടുതലായി ഉപയോഗിക്കുക, പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക, ഇതൊക്കെയാണ്. നാലാമത്തേത് സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത എന്ന് പറയുമ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് പതിയെ കുറച്ചുകൊണ്ട് വരിക, അതായത് രാജ്യത്തിനുള്ളിൽ തന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. അതിൻ്റെ ലാസ്റ്റ് ഒബ്ജക്റ്റീവാണ് സമത്വം, അതായത് ഇക്വാലിറ്റി. സമ്പത്തിൻ്റെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി ദാരിദ്ര്യം കുറച്ചുകൊണ്ട് വരിക, എല്ലാവർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുക, ഇവയാണ്. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ്
ഇക്കണോമിക് പ്ലാനിംഗ്. ഇക്കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഫലപ്രദമായി നടപ്പിലാക്കുവാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ചെയർമാനായിക്കൊണ്ട് 1950 പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കുകയുണ്ടായി. ദ പ്ലാനിംഗ് പ്രോസസ് വാസ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ ഇൻ 1951 ത്രൂ 5-year plans. സാമ്പത്തിക ആസൂത്രണ പ്രക്രിയ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 1951 മുതൽ പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. 1950 മുതൽ 2014 വരെ പ്രവർത്തിച്ച പ്ലാനിംഗ് കമ്മീഷൻ ഓരോ 5 വർഷത്തിനും ഒരു വികസന പദ്ധതി തയ്യാറാക്കി നടത്തിപ്പോന്നിരുന്നു. 2014 മുതൽ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നീതി ആയോഗാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ഇക്കണോമിക് പ്ലാനിംഗ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1950 മുതൽ 1990 വരെ സർക്കാരിൻ്റെ നിയന്ത്രണം സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വളരെ കൂടുതലായിരുന്നു. ഈ കാലഘട്ടത്തിൽ സ്വകാര്യ മേഖലയിൽ സർക്കാർ നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇത് ലൈസൻസ് പെർമിറ്റ് കോട്ട, അതായത് LPQ മുഖേനയാണ് സ്വകാര്യ മേഖലയെ നിയന്ത്രിച്ചിരുന്നത്. നാം ഇന്ന് കാണുന്ന എല്ലാ സാമ്പത്തിക വികസനങ്ങളുടെയും ബേസ് അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് 1991 നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കരണമാണ്, അതായത് ദ ഇക്കണോമിക് റിഫോംസ് ഓഫ് 1991. 1991 ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സർക്കാർ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ചു, അതായത് ഇക്കണോമിക് റിഫോംസ്. ഈ പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സ്വതന്ത്രവും ലോകവുമായി ബന്ധിപ്പിക്കുക എന്നതായിരുന്നു. 1991 ഇക്കണോമിക് റിഫോംസിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ഇന്ത്യ ടു ദ ഇക്കണോമിക് റിഫോംസ് ഓഫ് 1991. ദ ഫസ്റ്റ് വൺ ഈസ് ദ ഇക്കണോമിക് ക്രൈസിസ്, സാമ്പത്തിക പ്രതിസന്ധി. 1990കളുടെ തുടക്കത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെ ദുർബലമായ അവസ്ഥയിലായിരുന്നു. അതിൽ ഒരു കാരണമാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, അതായത് സർക്കാരിൻ്റെ ചെലവ് വരുമാനത്തേക്കാൾ വളരെ കൂടുതലായി. ഇത് സർക്കാരിന് വലിയ സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിച്ചു. മറ്റൊരു പോയിന്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൻ്റെ കുറവ്. വിദേശ വ്യാപാരം നടത്താൻ ആവശ്യമായ വിദേശ നാണ്യശേഖരം, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇന്ത്യയിൽ വളരെ കുറവായിരുന്നു. രാജ്യത്തിന് ഇത് ഇറക്കുമതി ചെയ്യാനും കടങ്ങൾ അടയ്ക്കാനും വളരെ ബുദ്ധിമുട്ടായി മാറി. ഈ സാഹചര്യം ഇന്ത്യ സാമ്പത്തിക പരിഷ്കാരങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നിർബന്ധിതമായി. അതാണ് സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ ഇക്കണോമിക് ക്രൈസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്കണോമിക് റിഫോംസിൻ്റെ രണ്ടാമത്തെ കാരണമാണ് ഇൻഎഫിഷ്യൻസി ഓഫ് പബ്ലിക് സെക്ടർ, അതായത് പൊതുമേഖലയുടെ ഇൻഎഫിഷ്യൻസി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നിരവധി പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പല സ്ഥാപനങ്ങളും ലാഭകരമല്ലാതെയായി മാറി. ഉൽപ്പാദനക്ഷമത വളരെ കുറവായി. സർക്കാരിന് വലിയ സാമ്പത്തിക കടബാധ്യത ഇതുവഴി ഉണ്ടായി. അതുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ അവസരം നൽകേണ്ടതുണ്ടെന്ന് തിരിച്ചറിവുണ്ടായി. അതാണ് ഇൻഎഫിഷ്യൻസി ഓഫ് പബ്ലിക് സെക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The third reason for economic reforms of 1991 is the changes in the world market, അതായത് ലോക വിപണിയിലെ മാറ്റങ്ങൾ. 1980-90 കാലഘട്ടങ്ങളിൽ ലോകത്ത് വലിയ സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടായി. പല രാജ്യങ്ങളും സ്വതന്ത്ര വിപണി, അതായത് ഫ്രീ മാർക്കറ്റ് നയങ്ങൾ സ്വീകരിച്ചു. സർക്കാരിൻ്റെ നിയന്ത്രണം വളരെ കുറച്ചു, സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയും ഈ പുതിയ സാമ്പത്തിക പ്രവണതകൾക്കനുസരിച്ച് തൻ്റെ സാമ്പത്തിക നയങ്ങൾ മാറ്റേണ്ടതായിട്ട് വന്നു. അതും ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് കാരണമായി. നാലാമത്തെ ഫാക്ടറാണ് ഗൾഫ് വാർ, അതായത് 1990 നടന്ന ഗൾഫ് യുദ്ധം. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അത് ശക്തമായി ബാധിച്ചു. എണ്ണവില വളരെ കൂടി, ഇറക്കുമതിയുടെ ചെലവ് വർദ്ധിച്ചു, വിദേശ നാണ്യശേഖരം അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വളരെ കുറഞ്ഞു. ഇത് ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി വളരെ ഗുരുതരമാക്കി മാറ്റി. സോ അതും ഇക്കണോമിക് റിഫോംസിന് ഒരു കാരണമായി. ഇക്കണോമിക് റിഫോംസിൻ്റെ മറ്റൊരു കാരണമാണ് ദ ഗ്രോത്ത് ഓഫ് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്, അതായത് കിഴക്കേഷ്യൻ രാജ്യങ്ങളുടെ വളർച്ച. അതായത് സൗത്ത് കൊറിയ, സിംഗപ്പൂർ, തായ്വാൻ പോലെയുള്ള ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ വളരെ വേഗത്തിൽ സാമ്പത്തിക വളർച്ചയിലേക്ക് പുരോഗമിക്കുന്നത് ഇന്ത്യ കണ്ടു. അവർ സ്വീകരിച്ച പ്രധാന നയങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് ഇന്ത്യ മനസ്സിലാക്കി. അതായത് അതിൽ ഒന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് വ്യവസായവൽക്കരണം. മറ്റൊന്ന് ലിബറലൈസേഷൻ, നിയന്ത്രണങ്ങൾ, സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾ കുറച്ചുകൊണ്ടുവരിക. മറ്റൊന്ന് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഗ്രോത്ത്, അതായത് കൂടുതൽ എക്സ്പോർട്ട് രാജ്യത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുക. ഈ രാജ്യങ്ങളുടെ വിജയത്തെ കണ്ടപ്പോൾ ഇന്ത്യയും സാമ്പത്തിക നയങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് വേൾഡ് ബാങ്ക് ആൻഡ് IMF നിബന്ധനകൾ. അതായത് സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇന്ത്യക്ക് വിദേശ സാമ്പത്തിക സഹായത്തിൻ്റെ വളരെ അത്യാവശ്യമുണ്ടായി. അതിനായി ഇന്ത്യ വേൾഡ് ബാങ്കിനെയും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അതായത് IMFനെയും സമീപിച്ചു. എന്നാൽ ഈ സ്ഥാപനങ്ങൾ ചില സാമ്പത്തിക നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. ഉദാഹരണമായി സർക്കാരിൻ്റെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ കുറയ്ക്കുക, സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ ഇൻ്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വ്യാപാരം ഓപ്പൺ ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ ഈ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇക്കണോമിക് റിഫോംസ് നടപ്പിലാക്കിയത്. ചുരുക്കത്തിൽ 1991 പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളും അവയൊക്കെ തന്നെയായിരുന്നു. അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോക വിപണിക്ക് തുറന്നു കൊടുക്കുക,
സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക, സർക്കാരിൻ്റെ നിയന്ത്രണം പതിയെ കുറച്ചുകൊണ്ടുവരിക, വിദേശ വ്യാപാരത്തിൻ്റെ നിയന്ത്രണങ്ങൾ കുറയ്ക്കുക എന്നിവയൊക്കെയായിരുന്നു. 1991 പരിഷ്കാരങ്ങൾക്ക് ശേഷം ഇന്ത്യ LPQ സിസ്റ്റത്തിൽ നിന്ന് LPG മോഡിലേക്ക് മാറി. അതായത് ലൈസൻസ് പെർമിറ്റ് കോട്ട അതായിരുന്നു സർക്കാരിൻ്റെ നിയന്ത്രണം കൂടുതലായി ഈ കമ്പനികളുടെ മേൽ നടപ്പിലാക്കിയിരുന്നത്. എന്നാൽ LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, ഇതാണ് 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത്. LPG എന്താണെന്ന് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. L എന്നാൽ ലിബറലൈസേഷൻ, സാമ്പത്തിക മേഖലകളിൽ ഉണ്ടായിരുന്ന സർക്കാർ നിയന്ത്രണങ്ങൾ കുറച്ചുകൊണ്ടുവരിക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നടപ്പിലാക്കിയ പ്രധാന മേഖലകളാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടർ, ടാക്സ് റിഫോംസ്, ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ ട്രേഡ്. ഇവ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിക്ഷേപം പിൻവലിക്കൽ അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് സർക്കാർ ഓഹരികൾ പ്രൈവറ്റ് സെക്ടറിന് വിൽക്കുക. LPGയിലെ G സ്റ്റാൻഡ്സ് ഫോർ ഗ്ലോബലൈസേഷൻ, അതായത് ആഗോളവൽക്കരണം. ഗ്ലോബലൈസേഷൻ എന്നത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കുന്നതാണ്. ഇതുവഴി വിദേശ നിക്ഷേപം വർദ്ധിക്കും, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അന്താരാഷ്ട്ര വ്യാപാരം വർദ്ധിക്കും, ഇൻ്റർനാഷണൽ ട്രേഡ് കൂടും, സാങ്കേതിക വിദ്യ കൈമാറ്റം നടക്കും, അതായത് ടെക്നോളജി ട്രാൻസ്ഫർ. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ വ്യാപാരം വർദ്ധിച്ചതും മൾട്ടിനാഷണൽ കമ്പനീസ് ഇവിടെ വന്ന് പ്രവർത്തനം ആരംഭിച്ചതും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനിടയായതുമൊക്കെ. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നിങ്ങൾക്ക് ഇതെല്ലാം വളരെ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ കീപ് ലേണിംഗ്.